നമസ്കാരം. നെടുമങ്ങാട് ഇരിഞ്ചയത്ത് വിനോദയാത്രാ സംഘത്തിന്റെ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കാവലൂർ സ്വദേശിനി 60 വയസ്സുള്ള ദാസിനിയാണ് മരിച്ചത്. ബസ്സിലുണ്ടായിരുന്നത് 49 പേരാണ്. 49 പേരെയും പുറത്തെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയെന്നാണ് വിവരം. ബസ് ക്രെയിൻ എത്തിച്ച് ഉയർത്തി. എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 കുട്ടികളെ SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ച ദാസിനിയുടെ ഇളയ മകനും ഭാര്യയും പേരക്കുട്ടികളും മൂത്ത മകന്റെ ഭാര്യയും ബസ്സിലുണ്ടായിരുന്നു. അമിത വേഗമാണ് അപകട കാരണമെന്ന് യാത്രക്കാർ പറഞ്ഞു. ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസാണ് കസ്റ്റഡിയിലുള്ളത്. അപകടശേഷം ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇയാൾ സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടിയിരുന്നു. മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്ന കാട്ടാക്കട പെരുങ്കടവിളയിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വളവും തിരിവുമുള്ള റോഡാണിത്. സാരമായി പരിക്കേറ്റവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി, കന്യാകുളങ്ങര ആശുപത്രി എന്നിവിടങ്ങളിലും ചികിത്സയിലാണ്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരു പ്രദേശത്ത് നിന്നുള്ള നിരവധി ആളുകളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ 20 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചത്. പെരുങ്കടവിള, കീഴാറൂർ, കാവല്ലൂർ പ്രദേശത്ത് നിന്നുള്ള ബന്ധുക്കളും നാട്ടുകാരുമായിട്ടുള്ള ആളുകളാണ് വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. അതിൽ കൂടുതലും കാവല്ലൂർ പ്രദേശത്തെ ആളുകളായിരുന്നു. മരിച്ച ദാസിനിയും കാവല്ലൂർ സ്വദേശിനിയാണ്. യാത്ര ആരംഭിച്ച് കുറച്ച് സമയത്തിന് ശേഷം തന്നെ അപകടം സംഭവിക്കുകയായിരുന്നു. ബസ്സിൽ നിന്ന് വലിയ തോതിൽ ഇന്ധന ചോർച്ച സംഭവിച്ചിരുന്നു. ഇത് റോഡിൽ പരന്നിരുന്നു. അഗ്നിരക്ഷാസേന റോഡിൽ വെള്ളം ഉപയോഗിച്ചായിരുന്നു ഇത് നീക്കം ചെയ്തത്. അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള ക്രമീകരണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.